ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി CPM നടത്തുന്ന അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 2 മങ്ങാൾ സെന്ററിൽ ഏകദിന ഉപവാസ സമരം നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPIM നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിലും ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിലും വൻ ക്രമക്കേടും അഴിമതിയുമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പാൽ നൽകുന്ന ക്ഷീരകർഷകർക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് രൂപ സംഘം സെക്രട്ടറിയും ഭരണസമിതിയും ചേർന്ന് തട്ടിയെടുക്കുകയാണെന്നും മാസങ്ങളോളമായി പണം കിട്ടാതെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തട്ടിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ ഭരണസമിതിയുടെ മുഖം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സെക്രട്ടറി സ്വയം കുറ്റമേറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയതെന്നും വെട്ടിപ്പ് നടത്തിയെന്ന് വെളിപ്പെടുത്തിയ സെക്രട്ടറിക്കെതിരെ ഒരു നടപടിയും ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല എന്നും അവർ പറയുന്നു. സെക്രട്ടറിയുടെ പേരിൽ പഴിച്ചാരി രക്ഷപ്പെടുവാനാണ് ഭരണസമിതി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഓരോ കർഷകർക്കും 30,000-35,000 രൂപ ലഭിക്കാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പൊ CPM ചെയ്തിട്ടുള്ളത് ഈ അഴിമതിയൊക്കെ ഈ സൊസൈറ്റിയിലെ സെക്രട്ടറിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അതിലെ ഭരണസമിതി അംഗങ്ങൾക്ക് മുഴുവൻ ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉന്നയിക്കുന്നത്. പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് സർക്കാർ അനുവദിച്ച 1.5 കോടി രൂപ ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ സ്വന്തം പറമ്പിന് മതിൽ നിർമ്മിച്ചുവെന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആട്ടിൻകൂട്, കോഴിക്കൂട്, തൊഴുത്ത് എന്നിവ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുണ്ടാക്കി സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് 40 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും സഹകരണ ബാങ്കിനെ മറയാക്കി 30 കോടിയുടെ അഴിമതി നടത്തുവാനാണ് പദ്ധതി ഇട്ടിരുന്നതെന്നും പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പു നൽകി CPIM നേതൃത്വം നൽകുന്ന സർവീസ് ബാങ്കിൽ നിന്ന് പദ്ധതി ഗുണഭോക്താക്കളെ കൊണ്ട് വായ്പ എടുപ്പിച്ചുവെന്നും പിന്നീട് പഞ്ചായത്ത് തിരിച്ചടയ്ക്കാത്തതിനാൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസുകാർക്ക് മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ സർക്കാർ പഞ്ചായത്തിന് അനുവദിച്ച തകർന്ന റോഡുകൾ നന്നാക്കാൻ അനുവദിച്ച 1.5 കോടി രൂപ തെറ്റും വക്കും പൊട്ടാതെ അദ്ദേഹം സ്വന്തം വീടിന്റെ മതിൽ കെട്ടാൻ എടുത്തിരിക്കുക. അത്തരത്തിൽ അഴിമതി നടത്തിയ ഒരു വ്യക്തിക്ക് ഈ പാൽ സൊസൈറ്റിയിലെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി 8 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലാതെ ആയതുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യാതെ പോയത് പാർട്ടിയില്. ഇത്തരത്തില് തൊട്ടതിനൊക്കെ അഴിമതി നടത്തുന്ന ഒരു ഭരണ സംവിധാനം നമുക്കറിയാം. എരുമപ്പെട്ടിയിലെ ജനങ്ങളുമായി ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള 3 സംവിധാനമാണ്. ഒന്ന് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്, രണ്ടാമത് ഈ നാട്ടിലെ എല്ലാവരും ഉൾപ്പെടുന്ന മെമ്പർഷിപ്പ് ഉള്ള സഹകരണ സ്ഥാപനം, മൂന്നാമത് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച് അവരുടെ ഉപജീവനത്തിന് വേണ്ടി തൊഴിൽ മേഖല കണ്ടെത്തിയ ക്ഷീര കർഷകര് പാലളക്കുന്ന മങ്ങാട് സൊസൈറ്റി. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ 3 സൊസൈറ്റിയുടെയും അധികാരം ഇന്ന് കൈയാളുന്നത് CPM ആണ്. ഈ CPMന്റെ നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതികളൊക്കെ നടത്തിയിട്ടുള്ളത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബാൽമണി പ്രസിഡന്റായ ക്ഷീരസഹകരണ സംഘത്തിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെയും ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ S. ബസന്തലാലിന്റെ അഴിമതികൾക്കെതിരെയും സമരങ്ങൾക്കൊപ്പം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, PS സുനീഷ്, NK കബീർ, സഫീന അസീസ്, ഫ്രിജോ വടക്കൂട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.